നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ പരാജയം ഉറപ്പാക്കി CPM. കഴിഞ്ഞ തവണ കഷ്ടിച്ച് ജയിച്ച സാഹചര്യമല്ല ഇപ്പോഴത്തേതെന്നും BJPയുടെ വിജയം ഉറപ്പാണെന്നും നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇത്തവണ മത്സരിക്കാനില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണെന്നാണ് സൂചന. 2016 കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്ന നേമം തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് NDA. 2021 കുമ്മനം രാജശേഖരനെ 3949 വോട്ടുകൾക്കാണ് ശിവൻകുട്ടി തോൽപ്പിച്ചത്. എന്നാൽ ഇന്ന് മാറിയ സാഹചര്യത്തിൽ അടിതെറ്റുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്നാണ് രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ വോട്ടുകൾ നേടിയത്. മണ്ഡലത്തിൽ LDF 3-ാം സ്ഥാനത്താണ്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 25 വാർഡും BJP സ്വന്തമാക്കിയിരുന്നു. LDFന് 5 ഇടങ്ങളിൽ മാത്രമാണ് ജയിക്കാനായത്. ഇതൊക്കെയും ഇടത് വലത് മുന്നണികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നേമത്ത് ഇനി മത്സരിക്കാനില്ലെന്ന് വി ശിവൻകുട്ടി പറഞ്ഞതും പരാജയഭീതി മുന്നിൽ കണ്ടാണ്. ഒടുവിൽ നേതൃത്വം ഇടപെട്ടപ്പോൾ എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞ് കൈയൊഴുകുകയായിരുന്നു ശിവൻകുട്ടി. MV ഗോവിന്ദൻ ശിവൻകുട്ടിയെ തിരുത്തുമ്പോഴും വാക്കുകളിൽ പരാജയഭീതി പ്രകടമായിരുന്നു. തോൽവി മുന്നിൽ കണ്ട് മാറി നിന്ന ശിവൻകുട്ടിയെ തന്നെ CPM കളത്തിലിറക്കുമോ എന്ന് കണ്ടറിയണം. ജനം, തിരുവനന്തപുരം.